കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി മുഖപത്രം വീക്ഷണം. ഫോട്ടോയിൽ മുഖം പതിയാൻ ഇടിച്ചു കയറുന്ന നേതാക്കൾ പാർട്ടിയെ പരിഹാസ്യരാക്കുന്നുവെന്നാണ് വിമർശനം. ഇത് പ്രസ്ഥാനത്തിൻ്റെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പ്രവൃത്തിയാണെന്നാണ് വീക്ഷണം പറയുന്നത്. കോഴിക്കോട് DCC ഓഫീസ് ഉദ്ഘാടന ചടങ്ങിലെ നേതാക്കളുടെ ഇടിച്ചുകയറ്റത്തിൻ്റെ പശ്ചാത്തലം ഇടിച്ചു കയറിയത് വിവാദമായിരുന്നു. വിവരങ്ങളുമായി നിർഭൻ ചേരുകയാണ്. നിർഭൻ, കോൺഗ്രസ് മുഖപത്രം ഈ വിധം വേദികളിലെ കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാക്കുന്ന തിക്കും തിരക്കിനെയും കുറിച്ചൊക്കെ വിമർശിക്കുമ്പോൾ ഇത് ആദ്യമായി എന്ന മട്ടിലാണ് വീക്ഷണം ഇതിനെ കണക്കാക്കുന്നതെന്ന് തോന്നും. കാലങ്ങളായി കണ്ടുവരുന്ന ഒരു പതിവ് കാഴ്ചയാണ്. അത് കോഴിക്കോട് DCC ഓഫീസ് ഉദ്ഘാടന ചടങ്ങിലും ആവർത്തിച്ചു എന്നതേ ഉള്ളൂ. ഇപ്പോൾ വീക്ഷണം ഇക്കാര്യത്തിൽ കാണുന്ന ആക്ഷേപം എന്താണ്? വിമർശനം എന്താണ്? അത് ശരത്ത് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം കോൺഗ്രസിൻ്റെ വേദികളിൽ ആ വേദിയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ പുറത്ത് കാണികളായി ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ നേതാക്കൾ ഇരിക്കുന്നതൊക്കെ ആദ്യ സംഭവമൊന്നുമല്ല. വളരെ നേരത്തെ തന്നെ കോൺഗ്രസിലുള്ള ഒരു പൊതു രീതിയാണ്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിൽ നിലവിൽ അത് അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക്, അതിൻ്റെ പീക്കിലേക്ക് പോയി എന്നതാണ് വീക്ഷണത്തിൻ്റെ വിലയിരുത്തൽ പറയുന്നത്. കാരണം അത് വലിയ തരത്തിൽ കോഴിക്കോട് DCC ഓഫീസിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അവിടെ നേതാക്കൾ പരസ്പരം ഇടിച്ചു കയറുന്നതും ഉദ്ഘാടനത്തിൽ നാട മുറിക്കുന്നതിന് വേണ്ടി AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി നിൽക്കുമ്പോൾ ഇരുവശത്തു നിന്നുമായി രണ്ട് നേതാക്കൾ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതും മറ്റ് നേതാക്കളെ തള്ളി മാറ്റുന്നതൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ ട്രോളായിട്ടുണ്ട്. ഒരു ഭാഗത്ത് VD സതീശൻ മറ്റ് നേതാക്കളെ ഇടിച്ച് കയറി KC വേണുഗോപാലിൻ്റെ മുന്നിലേക്ക് വരുന്നു. മറുഭാഗത്ത് KPCC അധ്യക്ഷനായിട്ടുള്ള K സുധാകരനെ തള്ളി മാറ്റിക്കൊണ്ട് DCC അധ്യക്ഷനായിട്ടുള്ള പ്രവീണ് പിന്നിൽ നിന്ന് രമേശ് ചെന്നിത്തലയെ കൊണ്ടുവന്ന് മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതാണ് ആ ദൃശ്യങ്ങൾ കാണുന്നത്. മാത്രമല്ല ഈ തള്ളിക്കയറ്റത്തിൽ ക്ഷുഭിതനായി പകച്ചു നോക്കുന്ന K സുധാകരനെ ആ ദൃശ്യങ്ങൾ കാണാം. ഇത് വലിയ രീതിയിൽ കേരളത്തിലെ കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കി എന്നതാണ് KPCC നേതൃത്വത്തിൻ്റെ ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. കാരണം K സുധാകരൻ ഇത് കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചു. മാത്രമല്ല ഇക്കാര്യത്തിൽ ഒരു പ്രോട്ടോകോൾ കൊണ്ടുവരണമെന്ന തീരുമാനം കേരളത്തിലെ ഓഫീസിൻ്റെ ചുമതലയുള്ള സംഘടനാ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി M ലിജു തന്നെ നേതൃത്വത്തെ അറിയിച്ചു എന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ജില്ലാ ഘടകങ്ങളിൽ പ്രത്യേക പ്രോട്ടോകോൾ, ഓരോ പൊതുപരിപാടി സംഘടിപ്പിക്കുന്നത് വേദിയിൽ ആരൊക്കെ ഇരിക്കണം എന്ന തരത്തിലൊരു പൊതു നിർദ്ദേശം ഉണ്ടാക്കണമെന്നതാണ് KPCC ഇപ്പോൾ എടുത്തുള്ള തീരുമാനം. പക്ഷേ ഇത് എങ്ങനെ നടപ്പിലാക്കും? അങ്ങനെ ഒരു സർക്കുലർ തയ്യാറാക്കി രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും ഒക്കെ കൊടുക്കാൻ പ്രാപ്തമാണോ കേരളത്തിലെ KPCC എന്ന കാര്യം മറ്റൊരു കാര്യം. പക്ഷേ ഇന്ന് വീക്ഷണം ദിനപത്രം അതിരൂക്ഷമായി, പരോക്ഷമായിട്ടല്ല നേരിട്ട് തന്നെ പറയുകയാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ പാരമ്പര്യമൊക്കെ പറഞ്ഞ ശേഷം ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ പ്രസ്ഥാനത്തിൻ്റെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പ്രവർത്തികൾ ചിലപ്പോഴെങ്കിലും നമ്മൾ ചിലരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഏത് മഹത്തായ പരിപാടിയെയും മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസ്യരാക്കുന്ന തരത്തിൽ അതിലേക്ക് ഇടിച്ചു കയറാൻ മത്സരിക്കുന്നവർ സ്വന്തം നിലവറന്ന് പെരുമാറുന്നു. സമൂഹ മധ്യത്തിൽ പ്രസ്ഥാനത്തെ പരിഹാസ്യരാക്കുന്നു എന്നതടക്കമുള്ള വളരെ രൂക്ഷമായ വിമർശനമാണ്. അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: വാർത്തകളിൽ പേരും പടവും എങ്ങനെയും വരുത്തണമെന്ന നിർബന്ധ ബുദ്ധി വേണ്ട. വേദികളിലും തെരുവിലും ഒരു നല്ല ഫ്രെയിം സൃഷ്ടിക്കാൻ മാധ്യമപ്രവർത്തകരെ കൂടുതൽ കഷ്ടപ്പെടുത്തരുത്. അതായത് നല്ല ഒരു പടമോ ചിത്രമോ ദൃശ്യങ്ങളോ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന മാധ്യമപ്രവർത്തകരെ നിങ്ങൾ ദയവായി പരസ്പരം ഏറ്റുമുട്ടി കഷ്ടപ്പെടുത്തരുത് എന്ന ഉപദേശം നൽകിയിട്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. എഡിറ്റോറിയൽ മുഴുവൻ ഈ കോഴിക്കോടുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട നേതൃത്വത്തിനെതിരെയുള്ള രൂക്ഷമായ വിമർശനമാണ്. ഒപ്പം തന്നെ പൊതുമാനദണ്ഡം ഉണ്ടാകണം. ഇനിയെങ്കിലും കോൺഗ്രസിൻ്റെ പൊതുപരിപാടിയിലും പാർട്ടി പരിപാടികളിലും ഒക്കെ തന്നെ പൊതുമാനദണ്ഡം വേണം. ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കണം. അത് ജില്ലാ അടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും ഏതൊക്കെ നേതാക്കളാണ് പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് എന്നൊരു പ്രോട്ടോകോൾ തയ്യാറാക്കണമെന്നും വീക്ഷണത്തിൻ്റെ ചീഫ് എഡിറ്റർ, അതായത് ജെയ്സൺ ജോസഫാണ് KPCC നേതാവാണ്, വീക്ഷണത്തിൻ്റെ ചീഫ് എഡിറ്റർ, അദ്ദേഹം തന്നെ ഈ എഡിറ്റോറിയൽ പറയുന്നു എന്നതാണ്. അത് KPCC നേതൃത്വത്തിൻ്റെ KPCC പ്രസിഡന്റ് K സുധാകരൻ്റെ അഭിപ്രായം തന്നെയാകും. കാരണം ലിജു തന്നെ ഇക്കാര്യത്തിൽ ഒരു പൊതുമാനദണ്ഡം ഇറക്കാനുള്ള ആലോചനയിലാണ്. സർക്കുലറായി പുറത്തിറക്കണമെന്ന ആലോചന വരുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് വീക്ഷണം പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട്. അതെങ്ങനെ കോൺഗ്രസിനെ പോലൊരു പാർട്ടിയിൽ സാധ്യമാകും എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ അതറിയാം. കോൺഗ്രസിൽ ഇത് ഒട്ടും പുതുമയുള്ള കാര്യമല്ല, ഇത് ആദ്യമായി സംഭവിച്ചതുമല്ല. പക്ഷേ ഇനിയെങ്കിലും ഈ നാണക്കേട് ഒഴിവാക്കാൻ ഒരു മാനദണ്ഡം കൊണ്ടുവരാം എന്ന് ആഗ്രഹിക്കാനേ പറ്റൂ. അത് നടപ്പാക്കാൻ ആരെ കൊണ്ട് കഴിയും എന്ന പ്രശ്നമുണ്ട്. ഇപ്പോൾ നോക്കൂ, ആ വലിയ തിക്കിലും തിരക്കിലും ഇളകാതെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് KC വേണുഗോപാലിന് മാത്രമാണ്. പ്രതിപക്ഷ നേതാവ് പോലും അദ്ദേഹം എങ്ങനെയൊക്കെയോ മുൻനിരയിലേക്ക് കയറി വരികയായിരുന്നു. അതിന് തൊട്ടുപുറകിൽ സിദ്ദിഖിനെ നമുക്ക് കാണാം, ഇപ്പുറത്ത് K സുധാകരനുണ്ട്. അതിനിടയിലൂടെയാണ് സുധാകരനെ നമ്മളിങ്ങനെ, അതായത് പുതിയ ഓഫീസ് മന്ദിരത്തിൻ്റെ ഒരു വാതിൽ, അതിനകത്ത് നിൽക്കുന്ന മനുഷ്യർക്ക് എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളതിനൊക്കെ ഒരു കണക്കും വ്യവസ്ഥയുമുണ്ട്. പക്ഷേ അതിനപ്പുറം ആളുകൾക്ക് മുമ്പിൽ വരണം. കാരണം എന്താണ്? മുമ്പ് നിർഭൻ പറഞ്ഞു, ഇപ്പുറത്ത് നിന്ന് കാണുന്ന ഈ ക്യാമറകളിലേക്ക് പതിയണം എന്നുള്ള നിലയിലേക്കുള്ള ഒരു മത്സരബുദ്ധിയോടെയുള്ള നേതാക്കളുടെ പെരുമാറ്റവും പ്രവർത്തനവുമാണ്. അപ്പോൾ അത് വലിയ തോതിൽ ചർച്ചയുമായിരുന്നു. പക്ഷേ കോൺഗ്രസിനെ പോലൊരു പാർട്ടിക്ക് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് വീക്ഷണം കരുതുന്നത്? തീർച്ചയായും
ശരത്ത്, കാരണം വീക്ഷണത്തിന് വിമർശിക്കേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അവർക്ക് മറച്ചു വെക്കാതെ ജനങ്ങളോട് പറയേണ്ടി വരുന്നു. കാരണം കോൺഗ്രസ് നേതൃത്വമൊക്കെ തന്നെ ഇത് പൊതുപരിപാടിയിൽ സ്വീകരിക്കുന്നത് ശരിയായ രീതിയില്ല. മാധ്യമപ്രവർത്തകർ തന്നെ പലപ്പോഴും ഒരു ഫോട്ടോ എടുക്കാൻ കഴിയാതെ, ചിത്രീകരിക്കാൻ കഴിയാതെ കോൺഗ്രസ് നേതാക്കളുടെ ഇടിയിൽ തിക്കിലും തിരക്കിൽപ്പെട്ട് പലപ്പോഴും പരാതി പറയാറുണ്ട്. അത് വീക്ഷണം ദിനപത്രം പറയുന്നതാണ്. ശരത്ത് പറഞ്ഞതുപോലെ ഇതെങ്ങനെ സർക്കുലറായി പുറത്തിറക്കി കെ സുധാകരൻ തന്നെ പുറത്തിറക്കുന്ന സർക്കുലർ അനുസരിച്ച് ഇനി രമേശ് ചെന്നിത്തല പരിപാടി പ്രോട്ടോകോൾ പാലിക്കുമോ, വി ഡി സതീശൻ പ്രോട്ടോകോൾ പാലിക്കുമോ, കെ സി വേണുഗോപാൽ, ഒപ്പം ജില്ലാ നേതാക്കളൊക്കെ തള്ളിക്കയറുന്ന ജില്ലാ നേതാക്കൾ, തിരുവനന്തപുരത്തൊക്കെ തന്നെ ഒരു നേതാവിനെ കുറിച്ച് ചില ഫോട്ടോ എഡിറ്റർമാർ, ചീഫ് എഡിറ്റർമാർ സ്വകാര്യമായി പറയുന്നത് ഒരു നേതാവിൻ്റെ, കോൺഗ്രസിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു നേതാവിൻ്റെ ഫോട്ടോ ഒരു കാരണവശാലും വെട്ടിമാറ്റാൻ കഴിയില്ല എന്നതാണ്. കാരണം അദ്ദേഹം നിൽക്കുന്നത് നിലവിളക്കിൻ്റെ തൊട്ട് പിന്നിലായിരിക്കും. കാരണം അങ്ങനെയാണ് നിലവിളക്ക് വെട്ടിമാറ്റേണ്ടി വരും. അങ്ങനെ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് ശരത്തിന് ആ നേതാവിനെ മനസ്സിലായി കാണും. ഇപ്പോഴും അദ്ദേഹം സജീവമായിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഒരു പൊതു പാരമ്പര്യം. അതുകൊണ്ട് ഇങ്ങനൊരു സർക്കുലർ പുറത്തിറക്കിയാൽ തന്നെ അതെങ്ങനെ നടപ്പിലാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഇവരെ കൂടുതൽ പൊള്ളിക്കാനുള്ള കാരണം അന്നത്തെ ഈ പരിപാടി ട്രോളായപ്പോൾ ഒപ്പം തന്നെ CPIM-ന്റെ സംസ്ഥാന സമ്മേളനം, പാർട്ടി കോൺഗ്രസ്, ജില്ലാ സമ്മേളനങ്ങൾ, പൊതുപരിപാടിയിലൊക്കെ തന്നെ ആ പ്രോട്ടോകോൾ പാലിച്ച് അച്ചടക്കത്തോടെ പ്രവർത്തകർ ഇരിക്കുകയും നേതാക്കൾ നിശ്ചിത, അതിൽ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ മാത്രം ആ വേദിയിൽ ഉണ്ടാവുകയും ചിട്ടയായി പരിപാടി സംഘടിപ്പിക്കുന്നതിന് രണ്ടുമായി എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ കണ്ടു പഠിക്കണം കോൺഗ്രസ് എന്ന തരത്തിൽ പ്രചരിച്ചിരുന്നു. അതുകൂടി കേരളത്തിലെ കോൺഗ്രസിന് വലിയ ക്ഷീണമായി മാറി. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും വീക്ഷണം ഇങ്ങനൊരു തുറന്ന ഒരു മുഖപ്രസംഗത്തിലേക്ക് പോകാൻ കാരണം. ശരത്. റൈറ്റ്. നൃപനാണ് തിരുവനന്തപുരത്തു നിന്നും ഈ പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിച്ചത്. കോൺഗ്രസ് രാഷ്ട്രീയം നേരിടുന്ന ഒരു വലിയ ദുര്യോഗം, ഇനിയെങ്കിലും ഇതിനൊരു അറുതി ഉണ്ടാകണം എന്നാണ് ആ പാർട്ടിയുടെ മുഖപത്രം പറയുന്നത്. പക്ഷേ ഏത് നിലയിൽ സാധ്യമാകും എന്ന് കാണുന്ന എല്ലാവരും ചോദിക്കുന്ന ഒരു പൊതു ചോദ്യമുണ്ട്. കാരണം കണ്ടു ശീലിച്ച ഒരു മത്സര രീതിയാണ് ഇത്തരം പരിപാടികളിലേക്കുള്ള നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഇടിച്ചുകയറ്റം. അത് കോഴിക്കോട്ടും ആവർത്തിച്ചു എന്നേ ഉള്ളൂ. വീക്ഷണം അതിന് പരിഹാരം കണ്ടെത്തണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നു, വിമർശനം ഉന്നയിക്കുന്നു. അതാണ് നമ്മൾ കണ്ട. നൃപനാണ് വിശദാംശങ്ങൾ നൽകിയത്.